അച്ഛമ്മേ അച്ഛമ്മേ എന്തുവാണ് പിള്ളേരെ പേടിപ്പിക്കുന്ന പോലെ വിളിക്കുന്ന പടക്കം വിളിച്ചൂടെ? ഇതെന്താണ് സ്വന്തം വിട്ട് കുന്തമിഴികൾ ആലോചിച്ചിരിക്കണേ? ഞാൻ നിങ്ങളുടെ അച്ഛനെ പറ്റി ആലോചിക്കായിരുന്നു. അയ്യോ അച്ഛനെന്ത് പറ്റി? അച്ഛനൊന്നും പറ്റിയൊന്നുമില്ല. അവൻ്റെ കയ്യിലാണെ പൈസയില്ല, ഒന്നുമില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം. അച്ഛമ്മയുടെ കുറെ പൈസ ഉണ്ടല്ലോ, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്ക്. അല്ല ഇവിടുത്തെ സ്വത്ത് എഴുതി വെച്ച് കൊടുത്താലും മതി, വേറൊന്നും വേണ്ട. എന്നിട്ട് വേണം അവൻ ഇതെല്ലാം വിറ്റ് നശിപ്പിക്കാൻ. കൊള്ളാലോ പിള്ളേരുടെ പൂതി. ഈ വീട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി കിട്ടാതെ ഞാൻ ഈ സ്വത്തുക്കളൊന്നും ആർക്കും എഴുതി കൊടുക്കൂല. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സർക്കാർ ജോലിയൊക്കെ കിട്ടാൻ? അതെ, പാച്ചാൻ വിട്ടപ്പോ പാച്ചണായിരുന്നു, അല്ലാതെ ലല്ലലം പാടി നടക്കുമല്ലായിരുന്നു വേണ്ടത് കേട്ടാ. ഞാൻ ആ സരിത ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിനിപ്പോ എന്തിനാ സരിതപ്പച്ചീനെ വിളിക്കണേ? അത് കൊള്ളാം, എനിക്ക് എന്റെ മോളെ വിളിച്ചുകൂടെ? വിളിക്ക് ചേച്ചി, സ്വത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. അതെ, സ്വത്തിന്റെ കാര്യം സംസാരിക്കാനാ. അതിനെന്താന്നേ നിങ്ങൾക്ക് കുഴപ്പം? ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? സംസാരിക്ക്, എന്നിട്ട് ഫുള്ള് സ്വത്തങ്ങ് എഴുതി കൊടുക്ക്. ഞാൻ എഴുതി കൊടുക്കും. ഇറങ്ങി പൊടി രണ്ടും എന്റെ മുറിന്ന്. നമുക്ക് വല്ല കടത്തിനേലും പോയി കടക്കാടി. വാ നമുക്ക് പോവാം. എന്തിനാ നമ്മളിവിടെ ഇരിക്കണേ? ഓ സരിതപ്പച്ചി. ആ സരിത ഒന്ന് വിളിച്ചു നോക്കാം. ആ സരിതേ, ഞാൻ ചുമ്മാ വിളിച്ചാടി. ഓ കുഴപ്പമൊന്നുമില്ല. എടി, ഞാനൊരു കാര്യം പറയാനാണ്. എടി, നമ്മുടെ പ്രകാശനെ, നമ്മുടെ വീട്ടിലെ പ്രകാശനെ എടി തൊടുന്നോ പിടിക്കുന്ന ഒന്നും ഒരു ചൊവ്വാവുന്നില്ല. അവനാണ് ഒരു ജോലിയില്ല, ഒരു കൂലിയില്ല, എന്തോ ദോഷമൊന്നുമുണ്ട്. നീ ഇന്നാള് പറഞ്ഞില്ലേ ഒരു ജോത്സ്യൻ്റെ കാര്യം? നമുക്ക് അത്രടം വരെ ഒന്ന് പോവാടി. എന്തെങ്കിലും ഒരു പോംവഴി കാണാതിരിക്കില്ല. നീ പറഞ്ഞല്ലോ നല്ല ജോത്സ്യനാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്. എപ്പോൾ ഇറങ്ങുന്നേ? ആ ടൗണിലെത്തുമ്പം അമ്മയൊന്ന് വിളിച്ചേരെ, ഞാനിപ്പോൾ ഇറങ്ങിക്കോളാം. വരണേ. ഓക്കെ, ശരി മക്കളെ. വിളിച്ചാ? എന്ത് തീരുമാനിച്ചു? എന്തോന്ന് തീരുമാനിക്കുക? സ്വത്തിന്റെ കാര്യം. അത് നിന്നോട് പറയണമെന്നുണ്ടോ? ഈ എഴുതി കൊടുക്കുമ്പോ കുറച്ച് കൊച്ചുമക്കൾക്കും കൂടി വെച്ചേക്കണം. ആലോചിക്കാം, അത്രയ്ക്കേ ഉള്ളൂ നമ്മള്. ഇവിടെ നിങ്ങൾ രണ്ടും കൂൺ പോലെ അങ്ങോട്ട് വളർന്നല്ലോ. ഏതെങ്കിലും കടയിൽ പോയി നിന്ന് 10 രൂപ ഉണ്ടാക്കാൻ നോക്കി വെച്ചാൽ ഒരു പണിയും ഇല്ലെങ്കിൽ അല്ല 10 പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൂടെ നിങ്ങൾക്ക്? ഞങ്ങള് നല്ല ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുമല്ലേ. ചൂണിറ്റി നോക്കി നിന്നോണ്ട് ചൂണിറ്റി ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ. കുറച്ച് നാളും കൂടി കഴിയുമ്പോ ചേച്ചിയുടെ യൂട്യൂബ് നല്ല ഹിറ്റ് ആവും അല്ലേ? ലക്ഷങ്ങൾ പിന്നെ സമ്പാദിക്കും. പിന്നല്ല, യൂട്യൂബിൽ കൂടെ ലക്ഷങ്ങളൊക്കെ കിട്ടുമോ? അപ്പൊ എനിക്കിതിൽ തുടങ്ങാം അല്ലേ? ഇതിൽ കൂടെ അല്ലേ തുടങ്ങുന്ന യൂട്യൂബ്? പിന്നെ എങ്ങനെയാടി? ആര് പറഞ്ഞുതരും? അത് യൂട്യൂബ് പരിചയമുള്ള പെൺപിള്ളേരല്ലേടി നിങ്ങൾ രണ്ടും. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം, ഞാൻ അതൊക്കെ കാണിക്കാം. അല്ലടി, സ്വത്തിന്റെ കാര്യം വന്നപ്പോ നമ്മള് വേണ്ട. അതെ, യൂട്യൂബ് തുടങ്ങാൻ നമ്മള് വേണം. എടി, എന്തെങ്കിലും പൈസ കിട്ടിയാൽ നിങ്ങൾക്കും അതിൽ നിന്ന് തരാം. യൂട്യൂബിൽ പൈസ കിട്ടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? വേണ്ട, സ്വത്തിന്റെ ഭാഗം മതി. സ്വത്തിന്റെ ഭാഗം തരാം, ഇപ്പോഴല്ല, തരേണ്ട സമയത്ത് ഞാൻ തരും. നിങ്ങൾ യൂട്യൂബ് എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ എന്നെ കൂടെ ചേർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. തരുവാണെന്ന് എന്താ ഉറപ്പ്? അതിപ്പോ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രപത്രത്തിൽ എഴുതി വെച്ചുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. പറ്റും അല്ലേ? പറ്റും. നമ്മള് തമ്മിലൊരു എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ സെറ്റാണ്. ആരോടും പറയണ്ട. പുഷ്പ എങ്ങനെ പറഞ്ഞു ഇനി അത് വലിയ ഞാനും ശരി. യൂട്യൂബിൽ കയറി എന്താ കാണിക്കണ്ടെന്ന് മക്കൾ പറഞ്ഞു തന്നാൽ മതി, ഞാനത് കാണിച്ചോളാം. പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, തിരുവാതിര കളിക്കണോ? ചേച്ചി പറഞ്ഞു കൊടുക്ക്. അതിന് നമുക്ക് സമയമുണ്ട്. ഇതിന്റെ കാര്യം തീരുമാനമായോ? ഏതിന്റെ കാര്യം? സ്വത്ത് എഴുതി വെക്കണ്ട. സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, യൂട്യൂബിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനത്തിൽ എത്തിക്കാം. എന്നാ പിന്നെ യൂട്യൂബിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനം ഇല്ല. ഇതാ പറഞ്ഞ അവസരത്തിനൊത്ത് കാല് മാറുന്ന കുട്ടികളാ നിങ്ങൾ രണ്ടും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടൊന്നും ഞാൻ കൂടില്ല. അച്ഛമ്മ കാലുവാരി. ഞാനൊരു കാലം വരട്ടില്ല. നിങ്ങളല്ലേ ഇപ്പൊ യൂട്യൂബ് തുടങ്ങാൻ പൈസ ഞാൻ നിങ്ങൾക്ക് പൈസ തരാന്ന് പറഞ്ഞു. നിങ്ങളത് നമുക്ക് സോൾവ് ആകാന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ എന്തുട്ടാ പറഞ്ഞേ? സ്വത്ത് വേണോന്ന്. അല്ല, ഞങ്ങള് പറഞ്ഞില്ലേ മുദ്രപത്രത്തിൽ എഴുതി വെക്കാണ്ട് ഒരു പരിപാടി നടക്കൂല. എടി, സ്വത്തും തരുന്നില്ല, ഒരു കുന്തത്തിൽ ഇറങ്ങി പോകുന്നുണ്ടോ രണ്ടും കൂടെ? എന്നെ ഒരു പൊട്ടിയാക്കുന്ന രണ്ടും കൂടെ. എന്തിനച്ഛമ്മയാണ് അച്ഛമ്മ?
എനിക്ക് ഒരു കാര്യം, എനിക്ക് കവല വരെയൊന്ന് പോണം. പോയാ രണ്ടും ഇറങ്ങി. ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല കേട്ടോ. ഒരു ശരിയാവില്ല. എൻ്റെ നാടി ശരി, നിങ്ങളുടെ ഒന്നും ഒരു ശരിയല്ല.